ഞാൻ ഡോക്ടർ സുജാ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോഴുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ, അത് നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാം, അതിനുള്ള പ്രതിവിധി എന്താണ്, ഇതൊക്കെ സംസാരിക്കുവാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലുകളിലും പല്ലുകളിലുമാണ്. നമ്മുടെ എല്ലുകളെയും പല്ലുകളെയും ശക്തിപ്പെടുത്തുന്നത് ഈ കാൽസ്യമാണ്. അപ്പം ഈ കാൽസ്യം കുറയുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കാം? കാൽസ്യം കുറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് എല്ലുകൾക്ക് തേയ്മാനം വരാം, നമുക്ക് വേദന വരാം, മസിൽ വീക്ക്നെസ് ഉണ്ടാകും, മസിൽ പെയിൻ ഉണ്ടാകും. നടക്കുമ്പോൾ ചിലവർ ഒരു കാരണമില്ലാതെ തട്ടാതെ മുട്ടാതെയും തന്നെ വീണാൽ പിന്നെ നമുക്ക് ഫ്രാക്ചേഴ്സ് വരാം വളരെ എളുപ്പത്തിൽ. പല്ലുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാൽസ്യം ഡെഫിഷ്യൻസി ആണ്. ഇപ്പൊ കാൽസ്യം കുറയുമ്പോൾ പല്ലിന് എന്ത് സംഭവിക്കും? പല്ലിന് ആദ്യം നമുക്കത് എങ്ങനെ മനസ്സിലാകും? അത് വൈറ്റ് പാച്ചസ്, വെള്ള കുത്തുകൾ നമ്മുടെ പല്ലിന്റെ കാണുന്ന ഭാഗത്ത് നമ്മുടെ മുൻപിൽ തന്നെ കാണാവുന്നതാണ്. അത് പിന്നെ കൂടി പല്ല് എന്ത് സംഭവിക്കാം? പല്ലിന് കേടുവരാം. ഏറ്റവും കൂടുതൽ കേടുവരാൻ പ്രവണത കാൽസ്യം കുറയുമ്പോഴാണ്. പിന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ തന്നെ പല്ല് നമ്മുടെ കയ്യിൽ പൊട്ടിയിട്ട് വരാം. അപ്പൊ എല്ല് തേയ്മാനം നമ്മുടെ താടി എല്ലിനെയും ബാധിക്കുന്നതാണ്. അപ്പൊ താടി എല്ലിന് ബലക്ഷയം സംഭവിക്കുമ്പോൾ നമ്മുടെ പല്ലുകൾ നമ്മളൊന്നും ചെയ്യാതെ തന്നെ തനിയെ ഊരി നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് കാൽസ്യം കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. പിന്നെ നമുക്ക് കാൽസ്യം കുറയുമ്പോൾ അത് കാൽസ്യം നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാം. അന്നേരം നമുക്ക് ഓർമ്മക്കുറവ് സംഭവിക്കാം, ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകും, പിന്നെ നൗസിയ, തലചുറ്റല്, ഒരു വല്ലാത്തൊരു ഫീലിംഗ്, ക്ഷീണം, എപ്പോഴും ക്ഷീണമാണ് കാൽസ്യം കുറയുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ട്രമേഴ്സ്, വിറയല്, കൺവൾഷൻ, ഇങ്ങനെ മസിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കോച്ചി വലിക്കുക, പിന്നെ പെയിൻ, വേദന, ഭയങ്കര വേദന, മുട്ടുവേദന, കാൽവേദന, കൈവേദന, അങ്ങനെയുള്ള വിഷമങ്ങളും നമുക്ക് സംഭവിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാൽസ്യം ആവശ്യമുള്ളത് പ്രഗ്നന്റ് ലേഡീസ്, അമ്മമാര്, അവരുടെ ഒരു 14 ആഴ്ച ശേഷം കാൽസ്യം, അത് ഗൈനക്കോളജിസ്റ്റൊക്കെ അവർക്കത് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് കാൽസ്യം. ആ കാൽസ്യം ടാബ്ലറ്റ്സ് അവര് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 മാസം വരെ കാൽസ്യം സപ്ലിമെന്റ്സ് നിർബന്ധമായിട്ടും എടുക്കണം. കാരണം ആ സമയത്ത് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് നൽകാറുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ കാൽസ്യം ആഗിരണം ചെയ്യപ്പെടുന്ന ആ ഒരു സമയത്ത് കാൽസ്യം സപ്ലിമെന്റ്സ് എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എല്ലാവരും കഴിക്കണം. അതിനു പുറമെ നമുക്ക് കാൽസ്യം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സാധാരണ ഭക്ഷണം. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ സപ്ലിമെന്റ്സ് നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് സപ്ലിമെന്റ്സ് എടുക്കേണ്ടത്. അതായത് കാൽസ്യം കുറയുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ ഇങ്ങനെയല്ലാതെ നാച്ചുറലി കാൽസ്യം കുറയുന്ന ഒരു അവസ്ഥ അല്ലാതെ നമുക്ക് കാൽസ്യം കുറയുന്നത് നമ്മൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് കിഡ്നി ഡിസീസ്, പിന്നെ കിഡ്നി സ്റ്റോൺസ്, അതുപോലെ ക്യാൻസർ പേഷ്യൻസ്, പിന്നെ അതിനുള്ള മരുന്നുകൾ, സ്റ്റിറോയിഡ്സ് എടുക്കുന്നവരിൽ, അങ്ങനെയൊക്കെ നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരാം. കാൽസ്യം ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് ഞാൻ ഈ പറഞ്ഞതിന് പുറമെ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ തരിപ്പ്, കാൽ, കൈകൾ എല്ലാവരും പറയുന്ന കേൾക്കാം അല്ലെ. പ്രത്യേകിച്ചിട്ട് ഒരു പ്രായം കഴിയുന്ന അമ്മമാര്, പിന്നെ പെൺകുട്ടികൾക്ക് അത് വരുന്നത് മെൻസ്ട്രേഷൻ തുടങ്ങിയ കുട്ടികൾക്ക് പ്രീ മെൻസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം ആവശ്യമാണ്. അതേപോലെ തന്നെ മെനപ്പോസ് വന്ന സ്ത്രീകളിൽ, അതായത് ഒരു 50 എബവ് വന്ന സ്ത്രീകൾക്കും കാൽസ്യം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. അവർക്കൊക്കെ ആണ് ഈ പറഞ്ഞ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അത് തരിപ്പാണ്, കാലും കയ്യിലും ഒക്കെ തരിപ്പാണ്. അപ്പൊ കാൽസ്യം കുറയുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓർക്കക്കുറവ്. ഒരു 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ മിക്കവാർക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ, അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ്, നമുക്കൊരു തലചുറ്റല്, പെട്ടെന്ന് നമുക്കൊരു ക്ഷീണം തോന്നുക, ഇതൊക്കെ നമുക്ക് കാൽസ്യം കുറയുമ്പോൾ വരുന്നത്. അതേപോലെ നമുക്കൊരു ഇക്കിളി ഫീലിംഗ് ഉണ്ടാവും. നമ്മുടെ കൈവെള്ളക്കുള്ളിൽ, കാൽ വെള്ളക്കുള്ളിൽ ഇങ്ങനെ ഒരു ചൊറിച്ചൽ, അകാരണമായിട്ടുള്ള ചൊറിച്ചൽ, കാലിന്റെ അടി ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക, കൈയിന്റെ ഉള്ളിൽ, കൈവെള്ളം ഉള്ളിൽ ഇങ്ങനെ ചൊറിച്ചൽ. അതേപോലെ നമ്മുടെ വായെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വായ്ക്ക് ചുറ്റും നമുക്കൊരു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ഇങ്ങനെ ഒരു ചൊറിഞ്ഞുകൊണ്ട് വെക്കാം, ഇങ്ങനെ ഒരു നിറവ് ഇങ്ങനെ പെടക്കുന്ന പോലെ തോന്നും. ഇത് നമ്മുടെ ചുണ്ടുകളിലാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി
ഉണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കുക? ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ ഒരു രോഗലക്ഷണമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അതിന് പുറമെ ശാസ്ത്രീയമായിട്ട് നമുക്കത് യൂറിൻ കൂടുതൽ കൂടുതൽ മൂത്രം ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഭയങ്കര ദാഹമാണ്, വെള്ളം കുടിച്ചു കൊടുക്കുക. പിന്നെ അതിന് പുറമെ ഇപ്പം നമുക്കിതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ക്ലിനിക്കലി നമ്മൾ പിന്നെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് പുറമെ നമുക്ക് കാൽസ്യം, സീറം കാൽസ്യം എന്ന ബ്ലഡ് ടെസ്റ്റിലൂടെ കാൽസ്യം ഡെഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ബ്ലഡിൽ ഒരു കാൽസ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 8.3 മുതൽ 10.6 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് കാൽസ്യം, നമ്മളെ ഒരു നോർമൽ ലെവൽ ഓഫ് കാൽസ്യം. അപ്പം അത് കൂടുമ്പോഴും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. ഞാനിപ്പോൾ പറയുന്നത് കുറയുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല്ലിനെ സംബന്ധിച്ചിടത്തോളം പല്ലിങ്ങനെ പൊട്ടിപ്പോകും, പല്ല് പൊട്ടി, പല്ലിന് ബലമില്ല, നേർമ ഭയങ്കര നേർത്ത് വരുന്നു. ചിലവർ പറയും നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻസി ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. പിന്നെ ഈ വൈറ്റ് പാച്ച്, ഞാൻ ആദ്യം പറഞ്ഞ വൈറ്റ് പാച്ച്, അത് പിന്നെ പല്ലിന് കേടുവരുത്താം, പിന്നെ പല്ല് പൊട്ടിപ്പോകും, പിന്നെ പല്ല് ലൂസായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരാം. അപ്പം ചിലവർ പറയും അമ്മമാർ പ്രസവിച്ച ഉടനെ ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് ഇങ്ങനെ മഞ്ഞ കളർ, പല്ലിന് മൊത്തം ഒരു മഞ്ഞ കളറാണ്. അപ്പോൾ അവർ നമ്മൾ ആദ്യം ചോദിക്കുക കുപ്പിപ്പാൽ കൊടുക്കാറുണ്ടോ? ഇല്ല, കുപ്പിപ്പാലൊന്നും കൊടുക്കാറില്ല. അല്ലാതെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ കേട് വരാം, ഒരു കേട് വെച്ചാൽ മൊത്തം പല്ലിന് കേടായിട്ട് വരും. അതൊക്കെ കാൽസ്യം ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. അതിനാണ് പറഞ്ഞത് പ്രഗ്നൻസി പീരീഡിലും ലാക്ടേറ്റിംഗ് മദേഴ്സും 6 മാസം വരെ കാൽസ്യം സപ്ലിമെന്റ്സ് നിർബന്ധമായും എടുക്കണം. ഒരു നോർമൽ അഡൽട്ടിന്, ഒരു മനുഷ്യന്, ആണുങ്ങൾക്ക് ഒരു 1000 ആണ് അതിൻ്റെ യൂണിറ്റ് കാൽസ്യം ആവശ്യം. ലേഡീസിന് അത് 1000 മുതൽ 1200 വരെ ആവശ്യമാണ്. അപ്പം അത് നമ്മൾ എടുക്കുമ്പം കാൽസ്യം നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണത്തിനോട് കൂടെ തന്നെ നമ്മൾ ആ കാൽസ്യം കഴിക്കണം. കാൽസ്യം ടാബ്ലറ്റ് കഴിച്ച ശേഷം ഉടനെ നമ്മൾ ഭക്ഷണം കഴിക്കണം. വെറും വയറ്റിൽ നമ്മൾ കാൽസ്യം കഴിച്ചാൽ അത് ആഗിരണം ശരിയായ ഒരു രീതിയിൽ ആഗിരണം ചെയ്യപ്പെടില്ല. അപ്പം നമ്മൾ 500 മില്ലിഗ്രാം രാവിലെയും 500 മില്ലിഗ്രാം രാത്രിയുമായിട്ടാണ് കാൽസ്യം നമ്മൾ കൂടുതൽ എടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴേ നമുക്കത് കൂടുതൽ നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുള്ളൂ. അപ്പം ഈ കാൽസ്യം നമ്മൾ കഴിച്ചാൽ പോലെ നമ്മുടെ ശരീരത്തിന് കിട്ടണമെങ്കിൽ നമുക്കതിന് ഏറ്റവും ആവശ്യമുള്ളതാണ് വൈറ്റമിൻ ഡി. എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എടുക്കുക. നാച്ചുറലി നമ്മളെ ശരീരത്തിന് വൈറ്റമിൻ ഡി കിട്ടുന്നത് എല്ലാവർക്കും അറിയാം, അത് സൂര്യപ്രകാശത്തിലൂടെയാണ്. പറയുക എന്ന് വെച്ചാൽ അമ്മമാർ പറയുക കുട്ടികളൊക്കെ വെയിൽ കൊള്ളിക്കണം എന്നാണ്. രാവിലത്തെ ഒരു 10 മണി മുതൽ 11 മണി വരെ വെയിൽ അമ്മമാരായാലും കുട്ടികളായാലും എല്ലാവരും കൊള്ളണം എന്നുള്ളതാണ് വൈറ്റമിൻ ഡിയുടെ ഒരു പ്രത്യേകത. നമ്മൾ നാച്ചുറലി നമുക്ക് കിട്ടണമെങ്കിൽ. അതിന് പുറമെ നമുക്കിത് ഫോസ്ഫറസ്, മഗ്നീഷ്യം, ഇതൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമാണ് കാൽസ്യത്തിൻ്റെ കൂടെ അതിന് കിട്ടണമെങ്കിൽ. നമ്മൾ കാൽസ്യം കുറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പം ഇതിനൊക്കെ നമുക്കൊരിത് ഞാൻ പറഞ്ഞത് ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ നാച്ചുറലി നമുക്ക് ഒരു കാൽസ്യം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് നമ്മുടെ ഡയറ്റിലൂടെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് കാൽസ്യം റിച്ച് ഫുഡ് നമ്മൾ എടുക്കുമ്പോൾ? അത് വെജിറ്റേറിയൻസ്, നോൺ വെജിറ്റേറിയൻസ്, ഇങ്ങനെ 2 വിഭാഗങ്ങളുണ്ട് അല്ലേ നമ്മളിൽ. അപ്പോൾ വെജിറ്റേറിയൻസിന് ഏറ്റവും കൂടുതൽ കാൽസ്യം നമുക്ക് കിട്ടുന്നത് പാലുൽപ്പന്നങ്ങൾ. പാല് നമുക്ക് ഏറ്റവും എല്ലാവരും ഒരു ഗ്ലാസ് പാലെങ്കിൽ നിർബന്ധമായിട്ടും കുടിക്കുക. പിന്നെ പാലുൽപ്പന്നങ്ങൾ അത് ഏതൊക്കെയാണ്? തൈരുണ്ട്, മോര്, തൈര്, പിന്നെ ഇപ്പോഴും നമ്മുടെ പനീറൊക്കെ പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. പിന്നെ വെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കണം. വെജിറ്റേറിയൻസ് എസ്പെഷ്യലി അത് ശ്രദ്ധിക്കുക. പിന്നെ സോയ ബീൻസ്, സോയ മിൽക്ക്, പിന്നെ പച്ചക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ബ്രോക്കോളി, ക്യാബേജ്, അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റേറിയൻസിന് ഞാൻ പറഞ്ഞതാണ്. ഇനി പിന്നെ അവർക്ക് നട്ട്സ് കഴിക്കാം. നട്ട്സ് ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളത് ആൽമണ്ടിൽ കൂടുതൽ കാൽസ്യം ഉണ്ട്. ആൽമണ്ട്, നട്ട്സൊക്കെ നിങ്ങൾ കൂടുതൽ കഴിക്കാം. നോൺ വെജിറ്റേറിയൻസിന് ഏറ്റവും കൂടുതൽ കാൽസ്യം നിങ്ങൾക്ക് അറിയാം മീറ്റാണ്, ചിക്കന്, പിന്നെ മീൻ, നമ്മുടെ സാധാരണ മത്തി, അയില, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ സാധാരണ മത്സ്യത്തിൽ കാൽസ്യം വളരെ കൂടുതലാണ്. അത് കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടത് എക്സസൈസ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് ഏറ്റവും നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിലേക്ക്. ഹെൽത്തി എക്സസൈസ്, ഹെൽത്തി ഡയറ്റ്, നല്ല ഉറക്കം, പിന്നെ ഒരുപാട് വെള്ളം കുടിക്കണം. ഒരു നോർമൽ മനുഷ്യൻ എല്ലാവർക്കും അറിയാം 8-10 ഗ്ലാസ്
വെള്ളം നിർബന്ധമായിട്ടൊരു ദിവസം കുടിച്ചിരിക്കേണ്ടതാണ്. അപ്പം നിങ്ങളും അത് ചെയ്യണം. നന്നായിട്ട് ഉറങ്ങുക, നല്ല എക്സസൈസ് ചെയ്യുക, നല്ല ചിന്തകൾ വളർത്തുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ശരീരം, നല്ല ആരോഗ്യമുള്ള ശരീരം വളർത്തിയെടുക്കാൻ സാധിക്കും. എക്സസൈസ് ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ആരോഗ്യമുള്ള നാളെ ആശംസിക്കുന്നു. എല്ലാവരും ഇത് ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.